ഈവൻ കല്യാണത്തിന് മുന്നായാലും ശേഷമായാലും ആൾക്ക് വേറൊരു റിലേഷൻ അല്ലെങ്കിൽ വേറൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് ആളുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കല്യാണം നമ്മൾ വെർജിൻ അല്ലേലും കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ അത് നമ്മ വെറുതെ ആവശ്യമില്ലാണ്ട് അടിച്ചേൽപ്പിക്കണ ഒരു സംഭവമാണത്. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ. എപ്പോ വരണം? എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്തായാലും ഓക്കെ. വെർജിനിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു എന്തിനെ വെച്ചാണ് ഈ വെർജിനിറ്റി ഡിഫൈൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയും. എന്നെക്കൊണ്ട് ഞാൻ അതെ കാണുന്നത്. കോയിന്നുംകുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. വെർജിനിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആക്ച്വലി തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. നിർബന്ധമില്ല. ഇല്ല. എന്തുകൊണ്ട് നിർബന്ധമില്ലെന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ പാസ്റ്റ് നമ്മൾ അന്വേഷിക്കുന്ന കാര്യമില്ല. നമ്മൾ കമ്മിറ്റഡ് ആയി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. തോന്നുന്നുണ്ട്. നിങ്ങൾ ബാച്ചിലേഴ്സ് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഈ ഏറിയ താമസം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. മനുഷ്യന്മാരായാലും കുറച്ച് സദാചാര ബോധമൊക്കെ വേണം. വേണമെന്നൊന്നുമില്ല. അതിപ്പോ എങ്ങനെയും പോവാ. ലൈക്ക് അങ്ങനെ ഇപ്പൊ നമ്മളും അത്ര ഗുഡ് ആവണമെന്നില്ല ഈ ഒരു സൊസൈറ്റിയിൽ. അപ്പൊ അങ്ങനെ ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല. ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. എന്ത് അങ്ങനെ പറയണോ? നമ്മളെന്തിനാ അവരുടെ പ്രൈവസിയിൽ തലയിടുന്നത്? ഇപ്പൊ അവരങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം.